വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പിന്മാറണമെന്നും യു.ഡി.എഫുമായി മുന്നേ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നായിരുന്നു സുധീരൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ തീരത്ത് ഒരു ഖനനവും ഉണ്ടാകില്ല എന്ന ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദ്യനയം, കരിമണൽ ഖനനം തുടങ്ങിയ സർക്കാരിന്റെ നീക്കങ്ങളെ തുടരെയാണ് വി.എം. സുധീരൻ വിമർശിക്കുന്നത്. കൃത്യമായി കൂടിയാലോചനകൾ നടത്തി വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. സ്വകാര്യ മേഖലയുടെ കടന്നുവരവിന് വഴിവെക്കുന്ന പദ്ധതിയിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുമ്പോൾ പുതിയ മദ്യനയത്തിന്റെ പ്രപ്പോസൽ ഒഴിവാക്കണമെന്നാണ് തന്റെ ആവശ്യമെന്നും വി.എം. സുധീരൻ പറഞ്ഞു. ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും ഔചിത്യത്തോടെ വേണം നടപ്പിലാക്കാനെന്നും സുധീരൻ പറഞ്ഞു. യു.ഡി.എഫുമായും പിന്തുണയ്ക്കുന്ന മറ്റ് നേതാക്കളുമായും കൂടിയാലോചിച്ചിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ വിവാദം ഒഴിവാക്കാമായിരുന്നു. ആലപ്പുഴ തീരത്ത് ഒരു ഖനനവും സർക്കാർ അനുവദിക്കരുതെന്നും സുധീരൻ പറഞ്ഞു. ആലപ്പുഴ തീരത്ത് ഒരു മേഖലയിലും ഖനനം പാടില്ല. സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ സംയുക്ത മേഖലയിലോ പാടില്ല. ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ജനവികാരം കാണാതെ പോകരുത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കുറയ്ക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ യു.ഡി.എഫ് പറഞ്ഞത്. എന്നാൽ അതിന് വിപരീതമായ തീരുമാനം ഉണ്ടാകാൻ പാടില്ലെന്നും വി.എം. സുധീരൻ കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തൃശൂർ.